ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. വിശാഖഷഷ്ഠി മന്ത്രം 20. മാർത്താണ്ഡഷൾക്കമോടെ എതിർത്താഭ നിൽക്കിൽ അവയർത്താഭവിക്കുമളവേ ചേർത്ത മഹാ പളനി കാർത്യായനീ തനയ കാർത്താസ്വരാഭമകുടം മാർത്താണ്ഡപുത്രനുടെ കൂർത്തായ സായകം എതിർത്തായി വരുന്ന സമയേ മാർത്താഴവേച്ചുടൻ അമർത്താർത്തി തീർപ്പതിനു കാൽത്താമരയ്ക്കു നമനം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശുഭദിനം, സുപ്രഭാതം. ഏവർക്കും വിനീതമായ നമസ്കാരം. വിശാഖഷഷ്ഠി മന്ത്രം 20 വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. പൂജനീയമായ പളനിമലയിൽ വസിക്കുന്ന പാർവതി തനയന്റെ 6 തലകളിലായി നിരന്നിരിക്കുന്ന സുവർണ കിരീടത്തിന്റെ ശോഭയ്ക്കെതിരെ ഉദിച്ചുയരുന്ന 6 സൂര്യന്മാരുടെ ശോഭ നിൽക്കാനിടയായാൽ ആ സൂര്യന്മാർക്ക് സ്വന്തം ശോഭ എത്രത്തോളം മോശപ്പെട്ടതാണെന്ന് കാണുമ്പോഴുള്ള ദുഃഖമുണ്ടാകും. യമരാജന്റെ കൂർത്തുമൂർത്ത മരണാസ്ത്രം നേരെ വരുന്നത് കാണുന്ന സമയത്ത് ആ ദുഃഖനിവർത്തി ഉണ്ടാകുന്നതിനു വേണ്ടി നെഞ്ചു തറയിൽ അമർത്തിക്കിടന്നുകൊണ്ട് ആ കാൽത്താമരയ്ക്ക് സാഷ്ടാംഗം ഞാൻ പ്രണാമം ചെയ്യുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.